മലപ്പുറം പുളിക്കലിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 2 വയസ്സുകാരൻ മുഹമ്മദ് ഉമറിന്റെ ഖബറടക്കം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. സുഹൈൽ ജംഷിയ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഉമറിന് ഇന്നലെ രാവിലെയാണ് പാമ്പ് കടിയേറ്റത്. കുഞ്ഞിന്റെ ശരീരത്തിൽ 5 തവണയാണ് പാമ്പ് കടിച്ചത്. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് 2 വയസ്സുള്ള മുഹമ്മദ് ഉമർ എന്ന് പറയുന്ന ഈ കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാവിലെ ഈ വീട്ടിൽ വെച്ച്, കുട്ടിയുടെ ഉമ്മയുടെ വസതിയാണിത്, ഈ വീട്ടിൽ വെച്ചാണ് പാമ്പുകടി ഏൽക്കുന്നത്. ഇന്നലെ രാവിലെ കുട്ടി പുറത്തേക്ക് കളിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇവിടെ വെച്ച് ആണ് ഈ കുട്ടി കരയുന്നതായി വീട്ടുകാർ കാണുന്നത്. തുടർന്ന് വന്നു നോക്കുന്ന സമയത്ത് കുട്ടിയുടെ ശരീരത്തിൽ 5ഓളം മുറിപ്പാടുകൾ കാണുന്ന ഒരു ഘട്ടമുണ്ടായി. തുടർന്ന് ഉടൻ തന്നെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിക്കുകയായിരുന്നു. പക്ഷേ രാത്രിയോടുകൂടി കുട്ടി മരിച്ചു എന്നുള്ളതാണ് ബന്ധുക്കൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പലപ്പോഴായി കുട്ടി ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാറുണ്ടെങ്കിലും ഇന്നലെ പാമ്പ് എങ്ങനെ എത്തി എന്നുള്ള കാര്യത്തിൽ വീട്ടുകാർക്കും ഒരു വ്യക്തതയില്ല. നിങ്ങളിങ്ങനെ കാണുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ മുറിവ് കണ്ടപ്പോൾ കൊണ്ടുപോയതാ, അല്ലാതെ പാമ്പിനെ കണ്ടിട്ടൊന്നുമില്ല. 5 മുറിവ്, കാൽമേലും കൈമേലും, കൈയിൻ്റെ ഉള്ളനടിയിലും കാൽമേലും. രാവിലെ ഒരു 8 മണിക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. എപ്പോഴും ഇങ്ങനെ മുറ്റത്ത് കളിക്കുന്നതാണ്? എപ്പോഴും മുറ്റത്ത് കളിക്കുന്ന ആളാ. അങ്ങനെ ഉണ്ടാലൊന്നുമില്ല, കാണലൊന്നുമില്ല. എന്താ അറിയില്ല, എന്താ കടിച്ചൊന്നും അറിയില്ല. എന്താണ് ഇന്നലെ സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം എപ്പോഴും കളിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ. ഏതായാലും നിലവിൽ കുട്ടിയുടെ മൃതദേഹമുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. പുളിക്കൽ ചെറുമുറ്റം സ്വദേശിയായിരിക്കുന്ന ജംഷിയ, ഒപ്പം തന്നെ പെരിന്തൽമണ്ണ തൂത സ്വദേശി മുഹമ്മദ് സുഹൈൽ എന്നിവരുടെ കുട്ടിയായിട്ടുള്ള 2 വയസ്സുള്ള മുഹമ്മദ് ഉമ്മറാണ് ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി മരിച്ചിരിക്കുന്നത്. വേനൽ കടുത്തതോടെ വീട്ടുമുറ്റത്തും പരിസരത്തും തണുപ്പു തേടിയെത്തുന്ന പാമ്പുകളെ കാണുന്നത് പതിവാണ്. പാമ്പുശല്യം ഒഴിവാക്കാൻ മുൻകരുതലും പാമ്പ് കടിച്ചാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളും എന്തെല്ലാം പരിശോധിക്കാം. പാമ്പുകടിയേറ്റാലോ പാമ്പുകടിയേറ്റവരെ കണ്ടാലോ പകച്ചു നിൽക്കണ്ട. കടിയേറ്റയാളെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. മുറിവിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. കടിയേറ്റ മുറിവിലൂടെ രക്തം ഞെക്കിക്കളയുക. കടിയേറ്റ വ്യക്തിയെ നിരപ്പായ പ്രതലത്തിൽ കിടത്തുക. കുടിക്കാൻ ധാരാളം വെള്ളം നൽകുക. പാമ്പ് കടിച്ചാൽ 6 മണിക്കൂറിനുള്ളിലെങ്കിലും പ്രതിവിഷം നൽകിയിരിക്കണം. കടിച്ചത് ഏതു പാമ്പാണ് എന്നു മനസ്സിലാക്കാൻ സാധിച്ചാൽ ചികിത്സയ്ക്കുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാം. പരിഭ്രാന്തരായി കടിയേറ്റ വ്യക്തിയെ പേടിപ്പിക്കരുത്. വിഷം വ്യാപിക്കാനിടയാകും. മുറിവ് കീറാൻ പാടില്ല. ബ്ലേഡ് ഉപയോഗിച്ച് മുറിവ് വലുതാക്കി വിഷം കളയാൻ ചിലർ ശ്രമിക്കാറുണ്ട്. അത് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല, കൂടുതൽ രക്തനഷ്ടത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു. മുറിവിനു മുകളിൽ തുണി ഉപയോഗിച്ച് കെട്ടുക. 10 മിനിറ്റിനുള്ളിൽ അഴിച്ചു കെട്ടുകയും വേണം. കടിയേറ്റ് 1 മണിക്കൂറിലേറെ കെട്ട് നിലനിർത്തരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മുറിവേറ്റ ഭാഗം അധികം മുറുക്കി കെട്ടാൻ പാടില്ല എന്നതാണ്. ഇത് രക്തയോട്ടം തടസ്സപ്പെടുത്തി കോശങ്ങൾ നശിക്കുന്നതിന് ഇടയാകും. കടികൊണ്ടയാൾ അധികം നടക്കാനും ഓടാനും പാടില്ല. ശരീരം ഇളകാതെ നോക്കണം. മുൻകരുതലിനായി സ്വീകരിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനം, വീടിനും പരിസരത്തുമുള്ള കാട് വെട്ടിത്തെളിക്കുക. പൊന്തക്കാട്ടിലും കല്ലുകൾക്കിടയിലും പൊത്തുകൾക്കിടയിലും പാമ്പ് ഇരിക്കാൻ സാധ്യതയുള്ളിടത്തെല്ലാം നിരീക്ഷിക്കുക. വീടിന് പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ന്യൂസ് ഡെസ്ക് 24.